കൊഴിഞ്ഞു വീണ വാഗപ്പൂക്കൾ. ഇക്കഴിഞ്ഞ മാർച്ച് മാസത്തിലെ ഒരു വൈകുന്നേരമാണ് കൃപ വിളിച്ചത്. ഡോക്ടർ MB സുനിൽകുമാർ എന്ന പേര് ഞാൻ ആദ്യമായി കേൾക്കുന്നത് കൃപയിൽ നിന്നാണ്. സുനിൽകുമാറിൻ്റെ പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കാമോയെന്ന് ചോദിക്കാനാണ് കൃപയുടെ വിളി. ഈയിടെ വല്ലാത്ത മടിയാണ് എഴുതാൻ, സംസാരിക്കാൻ, ഔപചാരികമായ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ. പുസ്തക പ്രകാശന ചടങ്ങാവുമ്പോൾ ആ പുസ്തകം വായിച്ചെങ്കിലേ ആത്മാർത്ഥമായി എന്തെങ്കിലും പറയാനാവൂ. അല്ലെങ്കിൽ കേട്ടും പറഞ്ഞും പഴകിയ കുറേ ആശംസാവാചകങ്ങൾ ഒട്ടും ആത്മാർത്ഥതയില്ലാതെ പറയേണ്ടി വരും. മലയാള സാഹിത്യത്തിലെ പുത്തൻ വാഗ്ദാനം എന്ന മട്ടിലുള്ള ക്ലീഷേ ഡയലോഗ് ഗ്രന്ഥകർത്താവിനെ കോരിത്തരിപ്പിക്കും മട്ടിൽ പറയണം. എല്ലാം കേട്ട് ഇതിലൊന്നും വലിയ കാര്യമില്ലെന്ന മട്ടിൽ വിനയത്തിൻ്റെ ആൾരൂപമായി ഗ്രന്ഥകർത്താവ് ഇരിക്കും. പുകഴ്ത്തലുകൾക്കൊടുവിൽ വികാരനിർഭരമായ ഒരു മറുപടി പ്രസംഗത്തിൽ സൃഷ്ടികർമ്മത്തിൻ്റെ വേദനയെക്കുറിച്ചും ഗ്രന്ഥകർത്താവ് പറയുന്നതോടെ സംഗതി ശുഭം. ആദ്യമൊക്കെ രസമായിരിക്കും ചിലത്, പിന്നെ പിന്നെ മടുക്കും. ആവർത്തനത്താൽ വിരസമാകും ഓരോ വേദിയും. വേദിയുടെ ഔപചാരികതകളിൽ നമുക്കും ശ്വാസം മുട്ടിത്തുടങ്ങും. ഒറ്റയ്ക്കിരിപ്പിൻ്റെ സ്വാസ്ഥ്യത്തിലേക്ക് മടങ്ങുന്നതാണ് സൗഖ്യമെന്ന് മനസ്സിലാവും. എനിക്കും മടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. പുകഴ്ത്തുമ്പോഴും പുകഴ്ത്തുന്നത് കേൾക്കുമ്പോഴും ഒരേ നിർവികാരത. വാക്കുകൾ സത്യസന്ധമല്ലാതാവുമ്പോൾ പെട്ടെന്ന് പിടിക്കപ്പെടുമെന്ന ഭയം ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നു. ഉച്ചരിക്കാത്ത വാക്കുകൾക്കാണ് കൂടുതൽ ഭംഗിയെന്ന് തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്നു. ആരെങ്കിലും വിളിച്ചാൽ ഒഴിഞ്ഞു മാറാനായി മനോഹരമായ കള്ളങ്ങൾ പറയുന്നത് വലിയ ബാധ്യതയായിരിക്കുന്നു. കൃപ വിളിച്ചപ്പോഴും ആദ്യം തോന്നിയത് എന്തെങ്കിലും ഒഴിവ് പറയാനാണ്. ഏപ്രിൽ 21 പരിപാടി. വെക്കേഷനായതിനാൽ ക്ലാസിൻ്റെ തിരക്ക് പറഞ്ഞ് ഒഴിയാനാവില്ല. കൃപയുടെ ഭർത്താവ് പ്രദീപൻ്റെ അടുത്ത സുഹൃത്താണ് സുനിൽകുമാർ. സുനിൽകുമാറിനെ കൂടുതൽ പരിചയപ്പെടുത്തിയത് പ്രദീപനാണ്. 3 മാസം മാത്രം ആയുസ് വിധിക്കപ്പെട്ട ബ്ലഡ് ക്യാൻസറിൻ്റെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ട് ജീവിതത്തിലേക്ക് മടങ്ങി വന്ന ഒരാളാണ് സുനിൽകുമാറെന്നും അയാളുടെ അനുഭവക്കുറിപ്പുകളാണ് പ്രകാശനം ചെയ്യേണ്ട പുസ്തകമെന്നും പറഞ്ഞപ്പോൾ എനിക്ക് ആ ചടങ്ങിൽ നിന്നു വിട്ടുനിൽക്കാൻ തോന്നിയില്ല. സാഹിത്യ അക്കാദമിയിലായതിനാൽ ദൂരയാത്രയും വേണ്ട. ഞാൻ ചെല്ലാമെന്നേറ്റു. സുനിലിന് നമ്പർ കൊടുക്കാമെന്നും അയാൾ എന്നെ വിളിക്കുമെന്നും പറഞ്ഞ് പ്രദീപൻ ഫോൺ വെച്ചു. സുനിൽകുമാർ വിളിച്ചത് പിറ്റേന്നാണ്. സൗമ്യമായ ശബ്ദം. ഏറെക്കാലമായി പരിചയമുള്ള ഒരാളോടെന്ന പോലെ അയാൾ എന്നോട് സംസാരിച്ചു. പുസ്തകം കൊണ്ട് നേരിട്ട് വരാമെന്ന് പറഞ്ഞ് സംഭാഷണം അവസാനിപ്പിച്ചു. MA കുട്ടികളുടെ സെൻഡ് ഓഫ് പ്രമാണിച്ച് മാർച്ച് 30 വ്യാഴാഴ്ച അവരോടൊപ്പം ഭക്ഷണം പുറത്തുനിന്നായിരുന്നു. ഉച്ചയ്ക്ക് ഞങ്ങളെല്ലാവരും കൂടി പോകുമ്പോഴാണ് സുനിൽ വീണ്ടും വിളിച്ചത്. ടീച്ചറെ, സുനിലാണ് എന്ന് ചിരപരിചിതനെ പോലെ പറഞ്ഞപ്പോൾ ഞാനൊന്ന് പതറി. നമ്പർ സേവ് ചെയ്യാഞ്ഞതിനാൽ പെട്ടെന്ന് എനിക്ക് ആളെ മനസ്സിലായില്ല. പുസ്തകം തരാൻ വന്നതാ ടീച്ചറെ, കോളേജിലുണ്ട് എന്ന് പറഞ്ഞപ്പോഴേക്കും ഓർമ്മകൾ സജീവമായി. ഞാനിപ്പോൾ ടൗണിലാണല്ലോ സുനിൽ എന്ന് നിരാശപ്പെട്ട് ഞാൻ കാര്യം പറഞ്ഞപ്പോൾ ഒട്ടും ധൃതിയില്ലാതെ അയാൾ പറഞ്ഞു, സാരമില്ല, വരുന്നതുവരെ ഞാൻ കാത്തു നിന്നോളാം. അതെന്നെ വിഷമിപ്പിക്കുന്ന കാര്യം തന്നെയായിരുന്നു. ഡിപ്പാർട്ട്മെൻറ്റ് പൂട്ടിയതിനാൽ അകത്തേക്ക് കടന്നിരിക്കാൻ പോലും പറയാനാവില്ല. ഭക്ഷണം കഴിച്ചു മടങ്ങുമ്പോൾ വൈകും. ഞങ്ങൾ വരാൻ വൈകും സുനിൽ. പുസ്തകം തൊട്ടു മുന്നിലെ മാത്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഏൽപ്പിച്ചോളൂ, ഞാൻ വാങ്ങിക്കോളാം. നമുക്ക് പ്രകാശനത്തിന് കാണാം, ഞാൻ പറഞ്ഞു. വേണ്ട ടീച്ചറെ, നേരിട്ട് തരാനാ വന്നത്. എനിക്ക് തിരക്കില്ല, ടീച്ചർ പതുക്കെ വന്നാൽ മതി. സുനിൽ അങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ എതിർത്തില്ല. 1:30 ഞങ്ങൾ മടങ്ങുമ്പോൾ. ആ നട്ടുച്ച വെയിലിൽ നിന്ന് PG ബ്ലോക്കിൻ്റെ കോണിപ്പടി കയറി മുകളിലേക്ക് ചെല്ലുമ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിന് സമീപം തോളിലൊരു ബാഗുമായി സുനിൽ കാത്തുനിൽപ്പുണ്ടായിരുന്നു. എന്നെ കണ്ടപാടെ സുനിൽ ചിരിച്ചുകൊണ്ട് അടുത്തേക്ക് വന്നു. എനിക്കൊട്ടും അപരിചിതത്വം തോന്നിയില്ല. അകത്തേക്ക് കയറിയിരിക്കാമെന്ന് പറഞ്ഞപ്പോൾ സുനിലൊന്നും മടിച്ചു. വേണ്ട ടീച്ചറെ, അവിടെ നിറയെ ആൾക്കാരല്ലേ. അതിനേക്കാൾ ആൾക്കാർ ഇവിടെ ഇല്ലേ? വരാന്തയിലൂടെ നടന്നു നീങ്ങുന്ന കുട്ടികളെ നോക്കി ഞാനങ്ങനെ പറഞ്ഞപ്പോൾ സുനിൽ ചിരിച്ചു. ഇവിടെ നിൽക്കുമ്പോൾ കുറെ കൂടി ഭംഗിയുണ്ടാവും എനിക്ക്. ഈ വാഗമരത്തിൻ്റെ പശ്ചാത്തലം അകത്തുണ്ടാവില്ല. സുനിലിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് ചിരി വന്നു. ചില കുഞ്ഞു തമാശകൾ മനുഷ്യരെ തമ്മിൽ പെട്ടെന്നടുപ്പിക്കും. അതെ, ഇപ്പോൾ നിൽക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട്. സുനിൽ ചിരിച്ചു. നിറയെ പൂത്തു നിൽക്കുന്ന വാഗമരത്തെ നോക്കി സുനിൽ ചോദിച്ചു, ഈ മരം ഇവിടെ മുമ്പുണ്ടായിരുന്നില്ലല്ലോ? ഇല്ല, ഇന്നലെ വന്നതാണ്. തമാശ പറയാനുള്ള എൻ്റെ ശ്രമത്തെ സുനിൽ ഉറക്കെ ചിരിച്ച് പ്രോത്സാഹിപ്പിച്ചു.
ഞാൻ ആശ്വാസം കൊണ്ടു. സുനിൽ ചിരിച്ചില്ലെങ്കിൽ ഞാൻ ചമ്മിപ്പോയേനെ. മരമുണ്ടായിരുന്നു, പൂക്കാറില്ലായിരുന്നു, ഞാൻ വിശദീകരിച്ചു. ഓർമ്മയിലെ കേരളവർമ്മയിൽ ഈ വാഗമരമില്ല, അതാ. തൊട്ടടുത്ത് നിന്നിട്ടും ആ വാഗമരത്തെ ഇത്ര സൂക്ഷ്മമായി ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. മുകളിലെ വരാന്തയിൽ നിന്ന് താഴേക്ക് നോക്കിയപ്പോൾ ചുവന്ന പരവതാനി വിരിച്ച പോലെ വാഗപ്പൂക്കൾ താഴെ വീണ് കിടപ്പുണ്ടായിരുന്നു. വീണ് കിടക്കുമ്പോഴും എന്തു ഭംഗിയാണ് ചില പൂക്കൾക്ക്. സുനിലിൻ്റെ വാക്കുകൾ ശരിയാണെന്ന് എനിക്കും തോന്നി. മുകളിൽ നിന്ന് നോക്കുമ്പോൾ അവയ്ക്ക് പതിവിലും ഭംഗിയുണ്ടായിരുന്നു. ഈ വാഗയെ പലരും ഗുൽമോഹറാക്കി പരിഷ്കരിച്ചു കളഞ്ഞു. മാധവിക്കുട്ടിയൊക്കെ ഗുൽമോഹറിൻ്റെ ആളാണ്. ചിരിച്ചുകൊണ്ടാണ് സുനിലത് പറഞ്ഞത്. ഞാനും ചിരിച്ചു. ടീച്ചർക്ക് തിരക്കുണ്ടാവൂലേ? ഇല്ല, ക്ലാസ്സില്ല, ഞാൻ പറഞ്ഞു. തോളിലിട്ടിരിക്കുന്ന നീണ്ട ബാഗിൽ നിന്ന് സുനിൽ ഒരു പുസ്തകമെടുത്ത് എനിക്ക് നേരെ നീട്ടി. ഞാനത് വാങ്ങി. മനോഹരമായ പുറംചട്ട. ഒരാൾ ജീവിതത്തിലേക്ക് തിരിച്ചു നടന്ന വിധം എന്ന തലക്കെട്ട്. എഴുതിയ രീതി കൊണ്ട് തന്നെ ശ്രദ്ധേയമായിരിക്കുന്നു. ഊഞ്ഞാലിൽ ഇരിക്കുന്ന ഒരു കുട്ടിയുടെ ചിത്രം. ഊഞ്ഞാലിൽ നിന്ന് പുറത്തേക്ക് നീളുന്ന തളിരിലകൾ. വൈലോപ്പിള്ളിയുടെ വരികളാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്. ഉയിരിൻ കൊലക്കൊടുക്കാവും കയറിനെ യുഴിഞ്ഞാലാക്കി തീർക്കാൻ കഴിഞ്ഞതല്ലേ ജയം. ഒരു ഞണ്ട് ഉയിരിനെ വരിഞ്ഞു മുറുക്കിയപ്പോൾ അതിനെ അതിജീവിച്ച് ജീവിതത്തിലേക്ക് മടങ്ങി വന്ന ഒരാളുടെ കഥ പറയുമ്പോൾ അതിന് ഏറ്റവും ഇണങ്ങുന്നതാണ് ആ കവർ ചിത്രമെന്ന് തോന്നി. പുത്തൻ പ്രതീക്ഷകളുടെ പുതുനമ്പുകൾ ആ ചിത്രത്തിലുണ്ടായിരുന്നു. ആ കവറിലേക്ക് നോക്കി ഞാൻ നിൽക്കുന്നത് കണ്ട് സുനിൽ പറഞ്ഞു, വിനീലാലാണ് കവർ ഡിസൈൻ ചെയ്തത്. നന്നായിട്ടുണ്ട്. പിന്നെയും സുനിൽ ആ വരാന്തയിൽ നിന്ന് കുറേ സംസാരിച്ചു. ദിവസങ്ങളുടെ ആയുസ് മാത്രം വിധിച്ച് RCCയിലേക്ക് റഫർ ചെയ്യപ്പെട്ട ഒരാൾ ജീവിതത്തിലേക്ക് തിരിച്ചു നടന്ന വിധം സുനിലിൻ്റെ വാക്കുകളിലൂടെ ഞാൻ അറിഞ്ഞു. കുറേ നാൾ ഭാര്യ മഞ്ജുഷയെ പോലും അറിയിക്കാതെ ഉള്ളിൽ കൊണ്ടു നടന്ന അഗ്നിപർവ്വതത്തെപ്പറ്റി പറഞ്ഞു. ഡോക്ടർ PV ഗംഗാധരൻ എന്ന ദൈവത്തെപ്പറ്റി പറഞ്ഞു. സ്കൂളിൽ പഠിക്കുന്ന മോനെപ്പറ്റിയും ജോലിയില്ലാത്ത ഭാര്യയെപ്പറ്റിയും പുത്തൻ വീടിൻ്റെ സാമ്പത്തിക ബാധ്യതയെപ്പറ്റിയുമുള്ള ആകുലതകളിൽ കഴിച്ചുകൂട്ടിയ രോഗനാളുകളെപ്പറ്റി സുനിൽ പറഞ്ഞത് പുഞ്ചിരിക്കുന്ന മുഖത്തോടെയാണ്. ക്യാൻസറിൻ്റെ ഒരു അടയാളങ്ങളും സുനിലിൽ അവശേഷിച്ചിരുന്നില്ല. അത്രയ്ക്ക് പ്രസാദം നിറഞ്ഞതായിരുന്നു ആ മുഖം. ഞാൻ ഇനിയും പറഞ്ഞാൽ ടീച്ചർക്ക് ബോറടിക്കും. ഒക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. ടീച്ചർ വായിക്കോ? ഞാൻ തലയാട്ടി. ഗംഗാധരൻ സാറാവും മിക്കവാറും പുസ്തകം പ്രകാശനം ചെയ്യുക. ടീച്ചറാവും ചിലപ്പോൾ ഏറ്റുവാങ്ങേണ്ടത്. ഒന്നും ഉറപ്പിച്ചിട്ടില്ല. ടീച്ചറിൻ്റെ റോളൊക്കെ ഞാൻ പിന്നീട് പറയാം. എനിക്കത് കേട്ട് ചിരി വന്നു. റോളൊന്നുമില്ലേലും ഞാൻ വന്നോളാം, പേടിക്കണ്ട. സുനിലും ചിരിച്ചു. അതല്ല ടീച്ചറെ, സിത്താരയെ പങ്കെടുപ്പിക്കണമെന്നുണ്ടായിരുന്നു. ഈ അവസ്ഥകളിലൂടെ കടന്നുപോയിട്ടുള്ള ഒരാൾ പുസ്തകം ഏറ്റുവാങ്ങുമ്പോൾ അതിനൊരു ഭംഗിയുണ്ടാവൂലോ, അതാ. ശരിയാണ്, സിത്താരയാവുന്നതാണ് നല്ലതെന്ന് എനിക്കും തോന്നി. ശുഭപ്രതീക്ഷയുടെ ഒരാൾ രൂപമാണത്. അതിശയിപ്പിച്ചിട്ടുണ്ട് സിത്താര പലപ്പോഴും, എഴുത്തിലൂടെയും ജീവിതത്തിലൂടെയും. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ ടീച്ചറെ, 21-ന് കാണാം. ഞാൻ തലയാട്ടി. സുനിൽ കോണിപ്പടി ഇറങ്ങി താഴോട്ട് പോകുന്നത് നോക്കി ഞാൻ നിന്നു. അപ്പോഴേക്കും ആരോ ഫോണിൽ വിളിച്ചു. ഫോണെടുത്ത് സംസാരിച്ചു കൊണ്ടിരിക്കെ താഴെ വാഗമരത്തിന് കീഴിലൂടെ സുനിൽ നടന്നു നീങ്ങുന്നുണ്ടായിരുന്നു. വെക്കേഷന് ഏങ്ങണ്ടിയൂർക്ക് പോരുമ്പോൾ അധികം പുസ്തകങ്ങളൊന്നും എടുത്തു വെച്ചില്ല. വായിക്കാൻ സമയമുണ്ടാവാൻ വഴിയില്ല. വീട് മാറലിൻ്റെ തിരക്കാവും. നിശാന്ത് നാട്ടിലുണ്ടാവും. ഒന്നും വായിക്കാതെ ഒന്നും എഴുതാതെ കുട്ടികളോടൊപ്പം മടിപിടിച്ച് ഈ അവധിക്കാലം ചെലവഴിക്കണം. ഇരു വീടുകളിലെയും അമ്മ തണലിൽ കഴിയുന്ന ഒടുവിലത്തെ വെക്കേഷനാവും ഇത്. പുതിയ വീടിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോൾ ഒരുപക്ഷെ ഇനിയൊരിക്കലും ഇങ്ങനെ മടിപിടിച്ചിരിക്കാനാവില്ല. ബാഗിലെടുത്തു വെച്ച 3-4 പുസ്തകങ്ങളിലൊന്ന് സുനിലിൻ്റേതായിരുന്നു. പ്രകാശനത്തിന് മുൻപ് വായിച്ചു തീർക്കണം. ഒരു ഉച്ച നേരത്താണ് ആ പുസ്തകം വായിക്കാനെടുത്തത്. ആമുഖമായി സുനിൽ എഴുതിയ വാക്കുകളാണ് ആദ്യം വായിച്ചത്. ജീവിതം തീരെ പ്രതീക്ഷിക്കാത്ത വഴികളിൽ കൂടി ദിശ മാറി കറങ്ങിത്തിരിഞ്ഞു പോകുമെന്നോ തീരെ നനയ്ക്കാത്ത സന്ദർഭങ്ങളിലൂടെ കയറിയിറങ്ങുമെന്നോ അവസാനം ഇങ്ങനെയൊരു പുസ്തകം എഴുതുമെന്നോ ഒരിക്കലും ചിന്തിച്ചിരുന്ന കാര്യങ്ങളൊന്നും ആയിരുന്നില്ല. സന്തോഷിച്ചും സൗഹൃദം പങ്കിട്ടും ഉല്ലസിച്ചും ജീവിതം ആഘോഷമായി പോകുന്നതിനിടെ പെട്ടെന്നൊരു ദിവസം തനിക്ക് ക്യാൻസറാണെന്ന് അറിയാനിടയായാൽ എന്തായിരിക്കും?
ഒരാളുടെ മാനസികാവസ്ഥ. ഏകദേശം 6 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം ഈ ഒരവസ്ഥ നേരിടേണ്ടി വന്ന ആളാണ് ഞാൻ. ആയുസിൻ്റെ പുസ്തകത്തിലെ അവസാന താളുകൾ കൺമുമ്പിൽ മറിയുന്നത് കണ്ട് തളർന്നുപോയ നിമിഷങ്ങൾ. പ്രിയപ്പെട്ടവരെയെല്ലാം പിരിഞ്ഞ് പ്രിയപ്പെട്ടതെല്ലാം പാതി വഴിയിൽ ഉപേക്ഷിച്ച് കൂട്ടിക്കൊണ്ടുപോകുവാൻ മുന്നിൽ വന്നു നിൽക്കുന്ന മരണത്തിൻ്റെ കൂടെ ഇറങ്ങിപ്പോകാൻ എൻ്റെ മനസ്സ് തയ്യാറല്ലായിരുന്നു. എനിക്ക് ജീവിച്ചു കൊതി തീർന്നിട്ടില്ലായിരുന്നു. യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ട മനസ്സംയമനം പാലിച്ച് അർബുദ രൂപത്തിൽ വന്ന മരണത്തെ ധൈര്യപൂർവ്വം നേരിട്ട് തോൽപ്പിക്കുകയല്ലാതെ എനിക്ക് മുൻപിൽ മറ്റൊരു മാർഗവും ഉണ്ടായിരുന്നില്ല. മരണത്തെ എനിക്ക് പേടിയില്ലായിരുന്നു. എന്നാൽ പെടുന്നനെ ഒരു ദിവസം ഞാൻ ഭൂമിയിൽ നിന്ന് ഇല്ലാതായാൽ അനാഥരാക്കപ്പെടുന്ന മറ്റു ജീവിതങ്ങളെ ഓർത്ത് ഞാൻ ആദിയെടുത്തു. 3 മാസക്കാലം ആയുസ് പറഞ്ഞ ഒരു ജീവിതത്തെ സധൈര്യം അഭിമുഖീകരിച്ച് തിരികെ ആഹ്ലാദത്തിലേക്ക് മടങ്ങി വന്ന അനുഭവങ്ങൾ വായിച്ചപ്പോൾ ചിലപ്പോഴൊക്കെ അക്ഷരങ്ങൾ അവ്യക്തങ്ങളായി. പുസ്തകത്തിൽ ഒരിടത്തും പേരുപോലും സൂചിപ്പിച്ചിട്ടില്ലാത്ത സുനിലിൻ്റെ വല്യേട്ടൻ എത്രയോ കാലമായി പരിചയമുള്ള ഒരാളെപ്പോലെ പ്രിയങ്കരനായി. OV വിജയൻ്റെ കാറ്റു പറഞ്ഞ കഥയിലെ ജ്യേഷ്ഠ കഥാപാത്രത്തിൻ്റെ മുഖച്ഛായയായിരുന്നു വായനയിലെ വല്യേട്ടന്. സുനിലിൻ്റെ അനുഭവങ്ങൾ ചിലയിടത്തൊക്കെ എന്നെയും സമാന അനുഭവങ്ങളുടെ ഓർമ്മയിൽ കൊണ്ടെത്തിച്ചു. പാലക്കാട്ടുകാരനായ സുരേഷ് എന്ന കണ്ണു കാണാത്ത കുട്ടി സുനിലിനോട് കന്യാകുമാരിയിലെ കടലിരമ്പങ്ങൾ കേട്ട് ഈ ശബ്ദമെന്താണ് എന്ന് ചോദിച്ചപ്പോൾ, നാം കടൽക്കരയിലാണ്, ഈ കേൾക്കുന്നത് തിരമാലകളുടെ ശബ്ദമാണ് എന്ന് മറുപടി പറഞ്ഞ അനുഭവം സുനിൽ എഴുതിയത് വായിച്ചപ്പോൾ എൻ്റെ ഓർമ്മയിലെ കൃഷ്ണവേണി ഓടിയെത്തി. ഈ തിരമാലകൾ എന്ന് പറഞ്ഞ എന്താ, ഈ കടൽ എങ്ങനെ ഇരിക്കുക എന്ന സുരേഷിൻ്റെ ചോദ്യത്തിനു മുമ്പിൽ സുനിൽ പതറിയതുപോലെ കൃഷ്ണവേണിക്ക് മുന്നിൽ ഞാനും പതറിയിട്ടുണ്ട്. കൃഷ്ണവേണിക്കും കാഴ്ചയില്ലായിരുന്നു. സേവാസദനത്തിലെ കുട്ടികളോടൊപ്പം മുൻപ് മൃഗശാല കാണാൻ പോയപ്പോൾ പീലി വിടർത്തിയ മയിലിനെ കണ്ട കുട്ടികൾ ആർത്തു വിളിച്ചപ്പോൾ എൻ്റെ കൈത്തണ്ടയിൽ ഒന്നമർത്തി കൃഷ്ണവേണി പതുക്കെ ചോദിച്ച ആ ചോദ്യം, ടീച്ചർ, ഈ മയിൽപീലി എങ്ങനെ ഇരിക്കും? മയിൽപീലിയുടെ വർണ്ണങ്ങൾ എങ്ങനെയാണ് കൃഷ്ണവേണിക്ക് വിശദീകരിച്ചു കൊടുക്കുകയെന്നറിയാതെ ഞാൻ പതറി നിന്നു. സുനിൽ സുരേഷിന് മുൻപിൽ നിന്ന പോലെ. പല ജീവിത സമസ്യകൾക്കും ഉത്തരം കിട്ടാതെ, ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന ചില രാത്രികളിൽ സുരേഷിൻ്റെ നിഷ്കളങ്കമായ ചോദ്യം സുനിലിൻ്റെ മനസ്സിലെ ഓളപ്പരപ്പിൽ ഒരു ചെറു തിരയായി ഉയർന്നു വരാറുണ്ടെന്ന് എഴുതിയപ്പോൾ എനിക്ക് അതിശയോക്തിയൊന്നും തോന്നിയില്ല. ജീവിതത്തിലെ പല സന്ദർഭങ്ങളിലും കൃഷ്ണവേണിയുടെ ചോദ്യം എൻ്റെ കാതിലും മുഴങ്ങിയിട്ടുണ്ട്. ഈ അടുത്ത് സ്കാനിങ് മെഷീന് കീഴെ കണ്ണടച്ച് കിടന്നപ്പോഴും ഉള്ളിലുണർന്നത് കൃഷ്ണവേണിയുടെ ആ ചോദ്യമായിരുന്നു, ടീച്ചർ, ഈ മയിൽപീലി എങ്ങനെ ഇരിക്കും? പുസ്തകം വായിച്ച് അവസാനിപ്പിച്ചപ്പോൾ ബഹുമാനമായിരുന്നു സുനിലിനോട്. ചിറകുകൾ തളർന്നപ്പോഴും ആകാശം സ്വപ്നം കണ്ട പക്ഷിയെപ്പോലെ ജീവിതത്തിന് നേർക്ക് ആഞ്ഞു പറന്ന ഒരുവൻ്റെ ജീവിതമായിരുന്നു ആ പുസ്തകം. ഏറെ പാഞ്ഞു മാഴുകുമ്പോൾ ദേവത നമുക്കേകും വിശ്രമമഞ്ചം രോഗം എന്നെഴുതിയ ബാലാമണിയമ്മയല്ലേ ഓട്ടപ്പാച്ചിലിനിടയിൽ കാലം കാത്തുവയ്ക്കുന്ന വിശ്രമമഞ്ചമായിരിക്കും ചിലപ്പോൾ രോഗം. കൈവിട്ടുപോകുന്ന ജീവിതത്തെ പൂർവാധികം സ്നേഹിക്കാൻ, മറന്നുപോയതൊക്കെയും ഓർത്തെടുക്കാൻ, നഷ്ടപ്പെടുമോ എന്ന വിഹ്വലതയോടെ ചുറ്റുമുള്ളവരെ ആഞ്ഞുപുൽകാൻ രോഗക്കിടക്കയിൽ കിടക്കുമ്പോഴേ ചിലപ്പോൾ കഴിയൂ. തോണി തൻ്റെ നിയന്ത്രണത്തിൽ നിന്ന് വിട്ടുപോകുമ്പോൾ, തോണിക്ക് ചുറ്റും വമ്പൻ സ്രാവുകൾ അണിനിരക്കുമ്പോൾ, മെക്സിക്കൻ ഉൾക്കടലിൻ്റെ വടക്കേ ഇടുക്കിൽ തൻ്റെ ചാട്ടുളികളാൽ കൂറ്റൻ സ്രാവുകളെ നേരിട്ട ഹെമിംഗ്വേ കഥയിലെ സാന്റിയാഗോയെപ്പറ്റി പുസ്തകത്തിലൊരിടത്ത് സുനിൽ എഴുതിയിട്ടുണ്ട്. സ്രാവുകളെ, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ നശിപ്പിക്കാം, പക്ഷെ തോൽപ്പിക്കാനാവില്ല എന്ന് സാന്റിയാഗോ പറഞ്ഞതുപോലെ പിടിമുറുക്കാൻ ഞണ്ടുകൾ അണിനിരന്നപ്പോൾ അസാധ്യ ധൈര്യത്തോടെ സുനിലും പറഞ്ഞിട്ടുണ്ടാകണം, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ നശിപ്പിക്കാം, പക്ഷെ തോൽപ്പിക്കാനാകില്ലെന്ന്. 4-5 നാൾ മുമ്പ് കൃപ വിളിച്ചു. ഇടറിയ കണ്ടത്തോടെ സുനിൽ പോയി എന്ന് പറഞ്ഞപ്പോഴും എൻ്റെ മുന്നിൽ സുനിലിൻ്റെ പുസ്തകമായിരുന്നു. ക്യാൻസറിനെ അതിജീവിച്ച ഒരുവന് കാലം കാത്തുവച്ചത് കുഴഞ്ഞു വീണുള്ള മരണമായിരുന്നു. സുനിലിനെ പറ്റി ഞാനും കൃപയും എന്തൊക്കെയോ പരസ്പരം പറഞ്ഞു. മുഴുപ്പിക്കാനാവാതെ വാക്കുകൾ വിറങ്ങലിച്ചു നിന്നപ്പോൾ ഫോൺ താഴെ വെച്ചു. മേശപ്പുറത്തിരിക്കുന്ന ആ പുസ്തകത്തിലേക്ക് നോക്കാൻ എനിക്ക് ഭയമായി. ഇനിയൊരിക്കലും ആ പുസ്തകത്തെ പഴയ പോലെ കയ്യിലെടുക്കാനാവില്ല. മരണത്തിന് തണുപ്പുണ്ടാകും ആ വരികൾക്കൊക്കെയും.
എൻ്റെ ദുഃഖം നിസ്സാരമാണ്. സുനിലിൻ്റെ പ്രിയപ്പെട്ടവർ ഈ വേർപാട് എങ്ങനെ ഉൾക്കൊള്ളുമെന്നോർത്ത് എനിക്ക് ശ്വാസം മുട്ടി. മഞ്ജുഷയുടെയും മോൻ്റെയും വിഷു ഇക്കുറി വിറച്ചു വിളറി നിൽക്കുന്നുണ്ടാവും. സുനിലിൻ്റെ വല്യേട്ടൻ എവിടെയായിരിക്കും? ഇവർക്കൊക്കെ ഈ ഇരുട്ടിനെ അതിജീവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവുമോ? മറക്കുവാനുള്ള സിദ്ധിയിലൂടെയാണ് ഓരോ മനുഷ്യനും അതിജീവനം സാധ്യമാവുന്നത്. ഞാൻ ഒച്ചയില്ലാതെ വീഴും, വീണ മഞ്ഞുപോലെ നിശബ്ദയാകും. അവസാനത്തെ പടിവാതിലിനു പിന്നിൽ എന്നെ സ്വയം അകറ്റി ബന്ധിച്ചിടും. എങ്കിലും എൻ്റെ സ്വരമുയരും എന്ന ആന അഹമ്മത്തോവയുടെ വരികൾ പോലെ. സുനിൽ ഒച്ചയുണ്ടാകാതെ വീണു. വീണ മഞ്ഞുപോൽ നിശബ്ദനായി. അന്ന് വാഗപ്പൂക്കളെ നോക്കി സുനിൽ പറഞ്ഞ വാക്കുകൾ ഓർമ്മ വരുന്നു. വീണ കിടക്കുമ്പോഴും എന്തു ഭംഗിയാണ് ചില പൂക്കൾക്ക്.